കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനത്തിന് ഇരയായ ബാലു കഴകം ജോലി രാജിവെച്ചു. തന്ത്രിമാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. 15 ദിവസത്തെ മെഡിക്കൽ ലീവ് കഴിഞ്ഞ് ഇന്നലെ ദേവസ്വം ഓഫീസിലെത്തിയ ബാലു അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് കൈമാറി. ബാലുവിന്റെ രാജി സ്വീകരിച്ചതായി കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ CK ഗോപി പറഞ്ഞു. ശരത് ഓങ്ങല്ലൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശരത്ത്, ഗുഡ് മോർണിംഗ്. യെസ്, ഓക്കെ. ടെലിഫോൺ ലൈനിലാണ് ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, ഏറ്റവും ഒടുവിൽ സമ്മർദ്ദത്തിനൊടുവിൽ ബാലു ജോലി രാജിവെച്ചിരിക്കുകയാണ്. മറ്റു വിശദാംശങ്ങൾ? കഴിഞ്ഞ ഫെബ്രുവരി 24-നാണ് ബാലു കഴകം ജോലിയിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജോലിയിൽ പ്രവേശിച്ചത്. കഴിഞ്ഞ മാസം 6-നായിരുന്നു തന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും അദ്ദേഹത്തെ കഴകം ജോലിയിൽ നിന്ന് ഓഫീസ് ജോലിയിലേക്ക് താൽക്കാലികമായി മാറ്റുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് 7-ാം തീയതി അദ്ദേഹം അവധിയെടുത്ത് ബാലു പോയിരുന്നു. അതിനുശേഷം മാർച്ച് 17-ാം തീയതി അവസാനിച്ച ശേഷം വീണ്ടും മെഡിക്കൽ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുകയായിരുന്നു. അത് ഇന്ന് വരെ, അതായത് ഏപ്രിൽ 2-ാം തീയതി വരെയായിരുന്നു ആ മെഡിക്കൽ ലീവ് ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഏപ്രിൽ 1-ന് തന്നെ ബാലു ക്ഷേത്രത്തിലെത്തി ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് സംബന്ധിച്ച് രാജിക്കത്ത് നൽകിയത്. രാജിക്കത്തിനകത്ത് പറയുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാൽ എന്നാണ് പറയുന്നത്. എന്നാൽ ബാലുവുമായി അടുത്ത ആളുകൾ പറയുന്നത് ബാലു തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചാൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ബാലുവിന്റെ ഭാഗത്ത് നിന്ന് രാജി എന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങളാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നത്. വലിയ രീതിയിലുള്ള ജാതി വിവേചനം ക്ഷേത്രത്തിനകത്ത് നടക്കുന്നു എന്ന രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. സ്വാഭാവികമായിട്ടും സർക്കാരും ഈ കൂടൽമാണിക്യം ദേവസ്വം ബോർഡും തീരുമാനിച്ചിരുന്നത് ഇതിനകത്ത് ബാലുവിന് നൽകിയിട്ടുള്ള നിയമനം കഴകം എന്ന ജോലിയിലായിരുന്നു. കഴകം ജോലിയിലാണ് ബാലുവിനെ നിയമിച്ചിട്ടുള്ളത്. തുടർച്ചയായിട്ട് അതിൽ തന്നെ തുടരണം എന്നാണ് സർക്കാർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ബാലു ഇത്തരത്തിലൊരു പ്രതിഷേധം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റണം എന്നൊരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ അപേക്ഷ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ ഒരു സമയത്ത് വന്ന് കഴിഞ്ഞ ദിവസം വന്ന് ഏപ്രിൽ 1-ന് വന്ന് ഇത്തരത്തിൽ രാജി സമർപ്പിച്ചിരിക്കുന്ന വിനിഷ. യെസ്, ഓക്കെ. ശരത് ഓങ്ങല്ലൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായ മന്ത്രി VN വാസവൻ കൈരളി ന്യൂസിനോട് പങ്കുവയ്ക്കുന്നുണ്ട്. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ബാലു രാജിവെച്ചതെന്നാണ് അറിയിപ്പ് ലഭിച്ചത് എന്ന് മന്ത്രി VN വാസവൻ പറയുന്നു. ജാതി വിവേചനം ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകരുത് എന്നാണ് സർക്കാരിന്റെ താല്പര്യമെന്നും അദ്ദേഹം കൈരളി ന്യൂസിനോട് പറഞ്ഞു. വാർത്തകളിൽ ഇപ്പോഴും കാണുന്ന തന്ത്രിമാരുടെ ഭാഗത്തു നിന്നുള്ള സമീപനം കൊണ്ടാണ് ഈ ഒരു നിലപാട് ബാലുവിന് സ്വീകരിക്കേണ്ടി വരുന്നതെന്നാണല്ലോ. ഇല്ല, അദ്ദേഹം ഇന്നലെ വ്യക്തിപരമായി നമ്മുടെ ആയിരിക്കും സംസാരിച്ചതും അതോടൊപ്പം തന്നെ നമ്മുടെ മന്ത്രി ഓഫീസിൽ പറഞ്ഞതും അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞതുമല്ല, ഈ പുലർച്ചെ 3:30 മണിക്ക് എഴുന്നേൽക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും ഈ ജോലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ക്ലറിക്കൽ പോസ്റ്റാണ് ചെയ്യാം എന്നതാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. ഈ ഒരു അനുഭവത്തിൽ നിന്ന് ദേവസ്വം വകുപ്പ് ഇക്കാര്യങ്ങളിൽ ഇത് ഒറ്റപ്പെട്ടതായി സംഭവിച്ച് അവസാനിക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഇനിയും ഉണ്ടാകാം ഇത്തരം അനുഭവങ്ങൾ പലർക്കും. അതുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എന്താണ് ഇത്തരമൊരു സാഹചര്യത്തെ കണ്ടുകൊണ്ട് ആലോചിക്കുന്നത്? ഗവൺമെൻറ്റിന് ഈ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ നിലപാടുള്ള ഒരു ഗവൺമെൻറ്റാണ്. അബ്രാഹ്മണരായിട്ടുള്ള 36 പേരെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി നിയമിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ. ആ സർക്കാരിന് ജാതിപരമായ വിവേചനം ഏതെങ്കിലും ജീവനക്കാരനോ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി എത്തിച്ചേർന്ന മന്ത്രിമാർക്കോ ശാന്തിമാർക്കോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന കർക്കശമായ നിലപാടെടുത്ത് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അബ്രാഹ്മണരായ എത്ര പേർ ഇപ്പോൾ പൂജാരിമാരായി ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്നു. അതിനൊരു തടസ്സവും ഈ ഗവൺമെൻറ് കാലഘട്ടത്തില്ല. മാത്രമല്ല, ഈ വിഷയത്തിൽ ഏത് തന്ത്രി ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞാലും അദ്ദേഹത്തിന് നിയമാനുസൃതം ടെസ്റ്റും ഇൻ്റർവ്യൂവും നടത്തി ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ നിയമപരമായും ധാർമ്മികമായും എല്ലാ അവകാശമുണ്ട്. അത് നിഷേധിക്കാൻ ആർക്കും അധികാരമില്ല. അതുകൊണ്ട് ഗവൺമെൻറ് വളരെ വ്യക്തവും ശക്തമായ നിലപാട് നേരത്തെ തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു. അവിടെ തന്നെ ജോലി ചെയ്യണം. ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ ഭാവിയിലും ഗവൺമെൻറ് നിലപാട് ജാതിപരമായ വിവേചനം എവിടെയും ഉയർത്താൻ സമ്മതിക്കില്ല എന്ന കർക്കശമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്.